മയങ്ങായി ഒരു വെയിലായി ഒരു കാറ്റായി വന്നോ നീ ഇരുളലയായി ഇരുളനയായി ഹൃദയമായി വന്നോ നീ ശ്രീകുട്ടൻ കുട്ടല്ലേ ഓ ഏകുമേ എന്നുള്ളം കാലം നിന്നോരം എനിക്ക് ശ്രീകുട്ടനെ കണ്ടേ പറ്റൂ. എന്റെ പൊന്ന് ശ്രീകുട്ടി, ഞാൻ എത്ര വട്ടം പറഞ്ഞു ഇന്ന് കാണണം. നീ ഇങ്ങനെ വിളിച്ച് എന്നെ ശല്യപ്പെടുത്തല്ലേ. ഇന്ന് എനിക്ക് അവനെ കാണണം. വേറൊന്നുമല്ല, അവന് ഇഷ്ടമല്ല. രണ്ടിലൊന്നും എനിക്ക് അറിയണം. അവൻ കൂടെ പഠിച്ച കൂട്ടുകാരിനൊന്നും അവന് ഇഷ്ടപ്പെടാനുള്ള ഒരു മനസ്സല്ല അവന് സിനിമയാണ് അവന്റെ ലോകം. ശ്രീകുട്ടിന്റെ കാര്യം കൊണ്ട് ശ്രീകുട്ടിന് വരണ്ട. കാരണം അവന് ഇഷ്ടമല്ല നിന്നെ. കാരണം ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവന് സിനിമയാണ് ഇഷ്ടം. അല്ലെങ്കിൽ പ്രണയം തുറന്നു പറഞ്ഞു പറ്റുള്ളൂ. അതൊന്നും അവന് ഇഷ്ടപ്പെടില്ല. അവനെ കാണാൻ പോവില്ല. നമ്മള് മൂന്നുപേരും ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരാണെന്ന് മറക്കല്ലേ നീ കേട്ടോ. ഞാൻ കുറെ നേരമായിട്ട് അവരെ വിളിച്ചോണ്ടിരിക്കണേ. ഫോൺ എടുക്കുന്നില്ല. അവൻ എടുക്കാത്ത നീ എന്തെങ്കിലും പറഞ്ഞു വേണമായിരിക്കും. എന്നാലും അവനിവിടെ വരും, കണ്ടിട്ട് പോയാൽ മതി. പക്ഷെ നിന്റെ ഇഷ്ടം എന്നാലും നടക്കില്ല. അല്ല, എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. നീ എന്തെങ്കിലും ചെയ്യും. എന്തായാലും അവനിവിടെ വരും. എന്നാലും ഇവിടെ വരാന്ന് പറഞ്ഞു. വിളിക്കൊന്നും അവന് വരും. അവന് ഫോൺ എടുക്കുന്നില്ല. അതെ, വല്ലണ്ട് ആള് വരും. ശ്രീകുട്ടി ശ്രീകുട്ടി, നിനക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എടാ ഒന്നും പറയണ്ട. ഇന്നത്തെ വിളിയായിരുന്നു. നിന്നെ കുറെ ആള് വിളിച്ചല്ലോ. എപ്പോഴും വിളിച്ചെന്തോ കാര്യങ്ങൾ പറയണ്ടല്ലോ. ഇവർക്ക് എന്ത് ഇഷ്ടമാണ് നിന്റെ അടുത്ത്. എവിടെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. ഭയങ്കര എന്തെങ്കിലും പറയണ്ടേ എന്താന്ന് വെച്ചാൽ പറ ശ്രീകുട്ടി. നിനക്ക് എന്താണ് ഇവനോട് എന്താണ് ഇഷ്ടം? തുറന്നു പറ. അവന് ഇഷ്ടമാണെങ്കിൽ ഓക്കെ. എന്റെ കല്യാണം നോക്കുന്നത് എന്റെ വീട്ടുകാരാണ്. അപ്പൊ അവര് തീരുമാനിച്ചുറപ്പിച്ച കല്യാണം ലൈല കേജറുമായിട്ടുള്ള കല്യാണം അടുത്ത തിങ്കളാഴ്ച നടക്കുകയാണ്. അത് ഞാൻ എന്റെ വീട്ടുകാർക്ക് കൊടുത്ത വാക്കാണ്. പ്രണയം ഓരോരുത്തർക്കും ഉണ്ടാവും. അത് ഓരോരുത്തരുടെ ആ സമയത്തൊരു ഫാന്റസി എന്ന് പറയുന്നത്. അല്ല, ഇതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ചുള്ള നമ്മള് ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. അറിയാലോ, ഞാനും നീയും തമ്മിൽ എന്തെങ്കിലും റിലേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്റെ ചോരയിൽ നിനക്ക് കുറച്ചോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ പറയും. എടാ, നിങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. അവർക്കൊരു ഇഷ്ടം തോന്നി നിന്റെ കൂടെ ജീവിക്കണം എന്ന് തോന്നി. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വന്ന എന്നെ വിളിച്ച് പറയുമ്പോൾ ജീവിക്കണമെന്ന് ഓരോരുത്തർക്ക് തോന്നുമല്ലേ. ഇപ്പൊ എന്തോ പറഞ്ഞ് ജീവിക്കാൻ തോന്നുന്നു. അപ്പൊ നിന്റെ മനസ്സിൽ സിനിമയാണോ? എന്റെ മനസ്സിൽ സിനിമയാണ്. പിന്നെ എന്റെ വീട്ടുകാരാണ്. വീട്ടുകാരോട് ഉറപ്പിച്ച് വെച്ചാൽ കല്യാണമാണ്. ലൈല കാജൽ കല്യാണം തിങ്കളാഴ്ച കൃത്യം. ലൈല കാജൽ ചെറുപ്പം പോലെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇവിടെ ഇത്ര ദൂരം താണ്ടി ഇവിടെ വന്നത്. ഇഷ്ടം ഓരോരുത്തർക്കും തോന്നാൻ ഓരോരുത്തരോടും തോന്നാം. വലിയ നടന്മാരോടും തോന്നാം. ഒന്നും പറഞ്ഞ് കെട്ടാൻ പറ്റുമൊന്നും. അപ്പൊ താൻ അതൊന്ന് മനസ്സിലാക്കി. ഇവിടെ ഉള്ളിന്റെ ഉള്ളിലെ ഇഷ്ടമുണ്ടോ? അത് താൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. കൊണ്ടേ കഴിയും. ഫ്രണ്ട്ഷിപ്പ് ഉള്ളൂന്ന്. എത്ര നല്ല പയ്യന്മാര് പ്രപ്പോസലായിട്ട് ചെന്നതെന്നറിയോ? കല്യാണാലോചനയായിട്ട്. താൻ മതി എന്ന് പറഞ്ഞ് ശ്രീകുട്ടനുള്ളൂ. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ശ്രീകുട്ടനുള്ളൂ. ഇതുണ്ടോ, ഹനുമാൻ സ്വാമിയെ പോലെ തന്നെ എന്റെ ഉള്ളില് ശ്രീരാമന്റെ പടം വരയ്ക്കണ പോലെ ഇങ്ങനെ ബട്ടർഫ്ലൈ പൊടണമില്ല ഇങ്ങനെ നെഞ്ചിന്റെ ഉള്ളില് നിന്റെ രൂപമാണ് കുട്ടി വെച്ചോണ്ടിരിക്കുന്നത്. ആ കുട്ടികളെ നീ ഒരു നിമിഷം കൊണ്ടുണ്ടല്ലോ ശ്രീകുട്ടി. ഓരോരുത്തർക്കും ഉള്ളിൽ ഒരുപാട് രൂപങ്ങളുണ്ടാവും. ആ രൂപങ്ങൾക്കൊപ്പം നിൽക്കണം. എന്തായാലും ശ്രീകുട്ടി, ഒരു നല്ലൊരു പയ്യൻ നിനക്ക് എവിടെയെങ്കിലും കാത്തിരിക്കണ്ട. നല്ലൊരു പയ്യൻ. എന്റെ കല്യാണം കഴിഞ്ഞു പോയി. അല്ലായിരുന്നെങ്കിൽ അങ്ങനെയല്ല ശ്രീകുട്ട. നീ വളഞ്ഞ തമാശ ഓളടിക്കുന്നതല്ല. അതല്ല പറഞ്ഞേ. തനിക്ക് മനസ്സിലായി. എന്റെ കല്യാണം കഴിഞ്ഞു. അപ്പൊ ഇനി ഇങ്ങനെ മനസ്സിലാക്കുക. സ്നേഹിക്കുന്നവരാദ്യം മനസ്സിലാക്കണം. ഈ കാജലോ ഐശ്വര്യ ജൂഹിച്ചവളെ പോലെ ഒന്നും പേരിൽ മാത്രമേ ഉള്ളൂ കാജൽ. കാണുമ്പോൾ എന്റെ നിറവുള്ളൂ. അത് കറുപ്പല്ലേ? ഇവളുടെ നിറം പോരില്ല. ഇവളുടെ നിറം പോരില്ല. കുട്ടിക്ക് നിറത്തിലല്ല കാര്യം, മനസ്സിലായ കാര്യം. നിറം ഒരു കണ്ണാടി ചില്ല് പോലെയാണ്. ശരി, ഞാൻ നമ്മൾക്ക് അറിയണ്ട. അറിയല്ലേ ശ്രീകുട്ടി?
ഓരോരുത്തർക്കും ഓരോ പ്രണയങ്ങൾ ഉണ്ടാവും എന്നും പറഞ്ഞ് ഇന്നാളെ കല്യാണം കഴിക്കുമെന്ന് നിർബന്ധിച്ചാൽ എന്ത് പറയാനോ. ഒരുപാട് പേരുടെ കണ്ണീരും ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഇങ്ങനെ പറയില്ല, അവള് കരയുന്ന കണ്ടില്ല. കാരണം എന്താ വെച്ചാൽ നിന്നെ സ്നേഹിച്ചിട്ടാണ് അവൾ അത്ര ദൂരേന്ന് വന്നത്, മനസ്സിലായില്ലേ? നിനക്ക് പറ്റുമെങ്കിൽ ഒരു ജീവിതം ലൈഫ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. നമുക്ക് ഒരു എന്താ പറയാ, ഒരു ദിവ്യമായിട്ടുള്ള പ്രണയം തോന്നിയിട്ടില്ല. ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ലേ, വർഷങ്ങൾക്ക് മുന്നേ അല്ലേ. ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്തോരം പേര് പ്രണയിക്കുന്നുണ്ട്. ആരെയും കല്യാണം കഴിക്കുന്നു ഞാൻ പറഞ്ഞു നോക്കട്ടെ. ഞാൻ മഞ്ജുവിനെ സ്നേഹിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. അതാണ് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചോദിച്ചിരുന്നു, ബിന്ദുവിനോട് ചോദിച്ചിരുന്നു. പിന്നെ രഞ്ജു. കരയരുത്, ജീവിതം ജീവിക്കുക. എന്തായാലും ഇവൻ പറഞ്ഞ പോലെ, കാരണം ഇവൻ സിനിമാ ലോകവും എന്തോ പുറപ്പെടുന്നവരോട്ട് എന്റെ ലൈഫ് സിനിമ സീരിയലൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പ്രണയം അതൊരു എന്താ പറയാ, ചെറുപ്പക്കാരനാക്കും. അതാണ് പ്രണയം. എന്നാലും ഞാൻ പോണോ ശ്രീകുട്ടി? ശ്രീകുട്ടാ പോണം. എടാ കാര്യങ്ങൾ പറഞ്ഞതിന് മുമ്പ് പോലടാ ശ്രീകുട്ടാ, പോലടാ. രാധമ്മേ, നാളെ തിങ്കളാഴ്ച അല്ലേ? തിങ്കളാഴ്ച 11:30 ശ്രീകുട്ടന്റെ കല്യാണമാണ് ശ്രീകുട്ടന്റെ. അപ്പൊ നാളെ 11:30 ശാന്തിപുരം ഓഡിറ്റോറിയത്തിൽ വെച്ച്, ഓഡിറ്റോറിയം അല്ല, ശാന്തിപുരം ബി-സൈഡ് വെച്ച് കല്യാണം 11:30. പെണ്ണ് ലൈല കാജൽ. അപ്പൊ കല്യാണത്തിന് കാണാം. ബൈ. ശ്രീകുട്ടി എന്തായി കാര്യങ്ങളൊക്കെ? ശ്രീകുട്ടിന്റെ അവന്റെ കാര്യങ്ങൾ വരെ നടക്കുമോ? എന്റെ പൊന്നയ്യപ്പ, അവൻ ഇപ്പൊ ദേഷ്യപ്പെട്ട് പോയുള്ളൂ. എന്തിനും നീ കരയണമെന്നില്ല, കണ്ണു വളച്ച. വേറെ പെണ്ണുണ്ടെന്ന്, വേറെ പെണ്ണ് സെറ്റാണ്. പിന്നെ സിനിമയാണ് അവന്റെ ലോകം. ഈ ഇന്ത്യ ലോകത്തുണ്ടല്ല, അവനെക്കാട്ടും നല്ല അടിപൊളി ചെക്കന്മാരെ ഞാൻ കൊണ്ടുവരാ. ഞാനിന്ന് കെട്ടിയതല്ലേ, ഞാൻ നോക്കിയല്ലേ. ഞാനും അല്ല, അത് എന്തായാലും നല്ലത് പറയട്ടെ അല്ലേ. അവൻ പോണെങ്കിൽ പോട്ടേന്ന്. അത് തന്നെ, ഞാൻ പറയണ മനസ്സിലാക്കി. നല്ലൊരു പയ്യൻ എന്തായാലും ശ്രീകുട്ടിക്ക് ഉണ്ടാവും. അവനില്ലാത്ത ജീവിതം എനിക്ക് പറ്റും തോന്നുന്നില്ല. എനിക്ക് ആത്മഹത്യ ചെയ്യാനൊക്കെ തോന്നുന്നുണ്ട്. അവൻ പോണെങ്കിൽ പോട്ടെ. അവന് സിനിമ എന്ന് പറഞ്ഞ ഭ്രാന്താണ്. എന്റെ മോള് കണ്ണൊക്കെ തുറക്കേ. നിനക്ക് അങ്ങനെയല്ല, നിനക്കൊരു കരിയർ ഉണ്ട്. ഈ സിനിമ ഭ്രാന്ത് പിടിച്ചവന്റെ എന്തിനാണ് മോളെ അവനൊക്കെ പ്രേമിക്കാൻ നിൽക്കുന്നത്? അറിയല്ലേ മോളെ, അറിയല്ലേ? നിന്നെ അവൻ ഗർഭിണി ഉണ്ടാക്കിയിട്ടില്ലെന്ന്. പിന്നെന്താണ്? പേടിക്കണ്ട, പോട്ടവേ. പേടിപ്പിച്ചോളാ അയ്യപ്പ. ഇന്നത്തെ കാലത്തെ ഇതൊക്കെ സഹജമാണ്. എന്റെ മോള് ഒരു ചേട്ടൻ പറയുന്ന പോലെ കരയല്ലേ. അവനോട് പോവാൻ പറ. അവനോട് പോവാൻ പറ്റില്ല. അവൻ സിനിമ എന്ന് പറഞ്ഞവൻ അവനെ ശ്രീകുട്ടന്റെ കാര്യം, ശ്രീകുട്ടന്റെ കാര്യം ലിപി മാറിപ്പോയെന്ന് ഓർത്ത്. അല്ല, എന്നാലും മോള് പോയിട്ട് വാ. കാരണം പ്രായം കുറഞ്ഞൊരു പെൺകുട്ടി തന്നെയാണോ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതെന്ന് മോള് പറഞ്ഞില്ല. എന്താ കാര്യം? എന്താ? അവന് 26 വയസ്സും എനിക്ക് 28 വയസ്സും. പക്ഷെ വയസ്സിന്റെ ഇതാണല്ലേ. അവനെനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവന് പ്രായം കുറഞ്ഞൊരു പെണ്ണെ കണ്ടപ്പോ പെണ്ണെ ടച്ച് പോയി. കണ്ടാ ശ്രീകുട്ടാ, ഇതുപോലൊരു കുട്ടീനെ നിനക്ക് കിട്ടത്തില്ല. നീ പൊയ്ക്കോ. കണ്ടാ, ഇത് ഒരു രാജകുമാരിയെ നിനക്ക് കിട്ടുമോ? കിട്ടത്തില്ല. ശ്രീകുട്ടി, താനീ ഡിപ്രഷനൊന്നും ആവാണ്ട് അവന് അവന്റെ കാര്യം നോക്കി അവൻ പോയി. അവൻ വലിയ സിനിമാ താരൊക്കെ ആവുമല്ലോ. അപ്പൊ നല്ല നല്ല സുന്ദരി പെണ്ണുങ്ങൾ അവനക്ക് കിട്ടും. അതൊക്കെ നീ ഡിപ്രഷനിൽ പോയിട്ട് തൂങ്ങിച്ചാവാനും നിക്കല്ല, ആത്മഹത്യക്ക് നിക്കല്ലേ. എന്റെ പൊന്ന്, ഒരു ജ്യേഷ്ഠൻ പറയുന്ന പോലെ ഒന്ന് കേൾക്കണം. എന്റെ പൊന്ന് മോളെ, ഇങ്ങനെ കരയല്ലേ. ഞങ്ങളൊരു പെങ്ങളായിട്ട് മോളെ ഞാൻ കണ്ടേക്കണത് കേട്ടാ. കരയല്ലേ ഇങ്ങനെ. അവൻ പോണെങ്കിൽ പോട്ടെ, അപ്പൊ അതൂര് പോണെങ്കിൽ പോട്ടെ. എന്തിനിങ്ങനെ കരയണത്? അവനെ മറക്കണം. ശ്രീകുട്ടനെ ഉറപ്പായിട്ടും മറക്കണം. എനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് അവനെ മറക്കണം? പതൂരിനെ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമാണ് ശ്രീകുട്ടനോട്. എന്ത് സ്നേഹം? അവനിക്കില്ലാത്ത സ്നേഹം എന്തിനാണ് ശ്രീകുട്ടി? ഞാൻ മറക്കാൻ ശ്രമിക്കുക, പെട്ടെന്നൊന്നും പറ്റില്ല. ഇവൻ തന്നെ ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ട്. മാരേജ് പൂരം എടുത്തന്നെ അയ്യപ്പൻ. ഞാൻ നല്ല നല്ല ചെക്കന്മാര്, അവനയിലും നല്ല സുന്ദരന്മാരെ ഞാൻ റെഡിയാക്കി തരാം. പെണ്ണുകൊണ്ട് ആണും ഉണ്ട്. എന്നിട്ട് ഇതുവരെ തെണ്ടി എനിക്ക് സെറ്റാക്കിയില്ല. ശ്രീകുട്ടി, ഒരു ജ്യേഷ്ഠന്മാര് പറയുന്ന പോലെ ഒന്ന് കേൾക്കണം. കടും കൈ ഒന്നും ചെയ്യരുത് അവന് വേണ്ടി. ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല, ഞാൻ അവനെ മറക്കാൻ ശ്രമിക്കാം. അവന് വേണ്ടി കടും കൈ ഒന്നും ചെയ്യരുത് ശ്രീകുട്ടി. ഞങ്ങളെ പറഞ്ഞ പോട്ടെ.